കോൺക്രീറ്റിന്റെ മിക്സിംഗ് വളരെ ഡിഫറെൻ്റ് ആണ്. ഓരോ സിമെന്റ് മിക്സ് ചെയ്യുന്നതിന് ഓരോ മിക്സ് റേഷ്യോസ് ആണ്. ഞാനിപ്പോൾ ഒരു ടെക്നിക്കൽ സൈറ്റിൽ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഒരു അൾട്രാടെക്കിന്റെ ഒരു സിമെന്റ് എടുത്ത് മിക്സ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല അംബുജയുടെ സിമെന്റ് എടുത്ത് മിക്സ് ചെയ്യേണ്ടത്. രണ്ട് ടൈപ്പ് ഓഫ് മിക്സേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓരോ കോൺക്രീറ്റ് ചെയ്യുന്നതിനും അതിന് ആ കമ്പനി തന്നെ അതിന്റെ മിക്സ് റേഷ്യോ നമുക്ക് തരും. ഇതിന്റെ ബേസിസിലാണ് എപ്പോഴും കോൺക്രീറ്റ് ചെയ്യുക. ഇനി ഇതാദ്യം നമുക്ക് വേണ്ടുന്ന പ്രൂഫാണ്. അതിന് സർട്ടിഫൈ ചെയ്യണം. ആ ചെയ്തിട്ടുള്ള കോൺക്രീറ്റിനകത്തുനിന്ന് സാമ്പിൾസ് എടുത്ത് നമുക്ക് ഒരു ഓതറൈസ്ഡ് സെന്ററിൽ പോയി, ഒരു ഓതറൈസ്ഡ് ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ലാബിൽ പോയി ആദ്യം നമുക്ക് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിന് ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. നവേരയുടെ തുടക്കം മുതലുള്ള പ്രൊജക്റ്റുകൾ, ഈവൻ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, തുടക്കം മുതലുള്ള പ്രൊജക്റ്റുകളിൽ ഞങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ട്. അതെല്ലാം തന്നെ കോൺക്രീറ്റ് ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, സിമെന്റ് ആയിക്കോട്ടെ, എന്ത് സാധനം കിട്ടിയാലും ഞങ്ങളത് ടെസ്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്തിട്ടേ വെക്കാറുള്ളൂ. ഈവൻ ആഫ്റ്റർ 10 years 20 years ഒരാൾ വന്നിട്ട് എനിക്ക് ക്വാളിറ്റി ഇല്ലായിരുന്നു എന്ന് ഒരാൾക്ക് കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അത് ചെയ്തിട്ടുള്ളത് ഓതറൈസ്ഡ് സെന്റേഴ്സിൽ നിന്ന് മാത്രമേ ഞങ്ങളത് സർട്ടിഫൈ ചെയ്ത് വാങ്ങാറുള്ളൂ. അപ്പോൾ ആ വിശ്വാസത്തോടുകൂടി ധൈര്യമായിട്ട് ഞങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങാം.